യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുക. പിന്നെ അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ. നിസ്കാരമാണെങ്കിൽ പിന്നെ ചീത്ത ചെയ്യാൻ കഴിയില്ല, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ചെയ്യാൻ കഴിയില്ല. മനസ്സിലാവുകൊണ്ട് പറഞ്ഞ് വളരെ വളരെ നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ചെയ്യാൻ ഒരു മുഅ്മിനിന് കഴിയില്ല. ഇനി അതിന് ന്യായങ്ങൾ പറയരുത്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ചെയ്യാൻ മുഅ്മിന് കഴിയില്ല. ഒരാൾക്ക് താടിൻ്റെ തൊപ്പിൻ്റെ മൂല്യരാണ് തങ്ങളാണ്, ഒന്നും ന്യായമല്ല. ന്യായം ഒന്ന് മാത്രം, അള്ളാഹു ഇഷ്ടപ്പെടാപ്പെടുന്നത് ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നില്ലെങ്കിൽ തള്ളണം. അവരാരാണെങ്കിൽ തള്ളണം. ഇവിടെ തള്ളാൻ പറ്റില്ലാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ. ആ ആളാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് ചെയ്തിട്ടും ഇല്ല. അതൊക്കെ അവരെ മികവിൽപ്പെട്ടതാണ്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ മികവ് അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പുറത്ത് ബാക്കി പലതുണ്ട്. മൂല്യരാണെന്നുള്ളത് വലിയ കാര്യമല്ലേ, 100% വലിയ തങ്ങളും അതിനും വലിയ കാര്യമല്ലേ, അതൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് പായരുത്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യണം എന്താണെന്നറിയാം, മൂല്യരല്ലേ തങ്ങളല്ലേ, അങ്ങനെ പായരുത്. وحسين ترسي بامتداح نبينا لكل فصيح من بليغ مزيل وأسنيده بالصدق مقصور همتي بإنشاء مدح موصل لم يفصل وأوجدت لو أطنبت في حق سيدي فريد عديم الشبه خيري مؤملي فبحر بسيط كامل المد وافر طويل عباب مدح طه المفضل وحسين مدحا صح متنا مسلسلا لأحسان ممدوح وأفضال مرسل تواتر قطعا أن طه محمدا إمام جميع الرسل خير مكمل وهو فاتح والختم أحمد ناصري هداني إلى ذاك الجمال المكمل هداني إلى ذاك الجمال المكمل أحبه ورب البيت أحمد سيدي وزينة روحي وهو كهفي وموئلي ومن ذا الذي يشفي من الحب وهو في أبي الكون والأرواح أجواد مجزلي ومن ذا الذي يشفي من الحب وهو في شفيع الورى طرا لدى كل معضل ومن ذا الذي يشفي من الحب وهو في حبيبي إله العالمين المبجل له خطة لولاك سلتعت وشفعا تشفع وعمدي ذاك أرفع منزلي وحازى لواء الحمد والفخر سيدا للآباء والأبناء وأفضال موئلي فبرهام هذا العبد فيه تشفعا وفي صحبه في عاجل ومؤجل فبرهام هذا العبد فيه تشفعا فلم يرج غير المصطفى من مؤملي وصلي يا مولاي مقدار قدره على من هداني للجميل المجمل وصلي يا مولاي مقدار قدره على من هداني للكميل المكمل وآل وأصحاب كرام النماجد ومن سالكوا نهج الأمين المزمل له خطة لولاك سلتعت ലഹു നബിക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്തത്ത 2 സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ആർക്കും കൊടുക്കാത്ത 2 സ്ഥാനങ്ങളാണ്. അതേതൊക്കെയാണ് സ്ഥാനം? ലൗലാക്ക, ഒന്ന് ലൗലാക്കയുടെ സ്ഥാനവും സൽത്തുഅത്തായുടെ സ്ഥാനവുമാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ലൗലാക്ക എന്ന് പറഞ്ഞാൽ നബിയെ അങ്ങില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഒന്നും ഞാൻ പടക്കുമായിരുന്നില്ല എന്നത്. അത് കേവലം ഒരു ഹദീസ് മാത്രമല്ല, ഖുർആനിൻ്റെ സാരാംശമാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് താനല്ലാത്തതിലേക്ക് ഒരു റഹ്മത്തിനെ വിതരണം ചെയ്യണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങയെ പടച്ചത്. അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഞാൻ പടക്കുകയെന്നില്ല.
ഈ പ്രപഞ്ചം പടക്കാൻ കാരണഭൂതർ മുഹമ്മദ് മുസ്തഫയാണ്. ലൗലാക്ക എന്ന് പറഞ്ഞാൽ നബിയെ താങ്കളില്ലെങ്കിൽ ഞാൻ ഈ ലോകത്തൊന്നും പടക്കൂല, ഈ ലോകം തന്നെ പടക്കൂല. താങ്കൾ എന്ന ഒരു ലക്ഷ്യത്തിനാണ്, അതൊരു സ്ഥാനമാണ്. ലഹു ഹുത്തത്താനി, അവിടെ ലഹു നബിക്കുണ്ട് ഹുത്തത്താനി എന്നാണ് പറയേണ്ടത്. അവിടെ നൂന് തെസ്നിയാൻ്റെ നൂനിനെ പ്രാസമൊപ്പിക്കാൻ വേണ്ടി കളഞ്ഞു പോയതാണ്. ലഹു നബിക്കുണ്ട് ഹുത്തത്താനി ഔ ഹുത്തത്താ, 2 സ്ഥാനങ്ങളുണ്ട്. അതേതാ 2 സ്ഥാനം? ഒന്ന് ലൗലാക്ക എന്ന സ്ഥാനം ലോകത്ത് ഒരു സൃഷ്ടിക്കുമുള്ള കൊടുത്തിട്ടില്ല. താങ്കളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഒന്നും പടക്കുമായിരുന്നില്ല എന്ന സ്ഥാനം. ആ സ്ഥാനം ഒരു നബിക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല, ഒരു മലക്കിനും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അതാണ് നബിക്കുള്ള സ്ഥാനം. അത് ഭയങ്കരമല്ലാത്തൊരു സ്ഥാനമാണ്. അത് അങ്ങനെ ഒരാൾ നമുക്ക് അള്ളാഹു നബിയാക്കി തന്നു എന്ന് പറയുമ്പോൾ നമ്മളെ അള്ളാഹു തആല ആദരിച്ചത് എത്രയാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് ചിന്തിച്ചു നോക്കി. ആ സ്ഥാനം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ കൊതിച്ച സ്ഥാനം. എൻ്റെ ആളുകൾ മഹ്ശറിൽ വരും, മുന്നോട്ട് വരാൻ വേണ്ടി അവരോട് കൽപ്പിക്കും, അപ്പോൾ അവർ മുന്നോട്ട് വരും. വതൂലഉലഹും മനാബിറു മിൻ നൂരിൻ, എനിക്ക് വേണ്ടി അള്ളാഹുവിനെ സ്നേഹിച്ച ആളുകൾ പരസ്പരം അവർ സ്നേഹിച്ചു എൻ്റെ മാർഗത്തിൽ. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വിളിക്കുന്ന ദിവസം അവർ മുന്നോട്ട് വരും. തൂലഉലഹും മനാബിറു മിൻ നൂരിൻ, അവർക്ക് വേണ്ടി പ്രകാശത്തിൻ്റെ സ്റ്റേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും പരലോകത്ത്. ആ സ്റ്റേജിലേക്ക് അവരിങ്ങനെ കയറി വരും. ലൈസൂ ബി അംബിയാ വലാ ശുഹദാ, അവർ അമ്പിയാക്കളുമല്ല ശുഹദാക്കളുമല്ല. വലാകിൻ യഗ്ബിതുഹുമുൽ അംബിയാ, എങ്കിലും അമ്പിയാക്കൾക്ക് അവരെ കാണുമ്പോൾ കൊതി വന്നു. എൻ്റെ സമുദായത്തിലുള്ള ചില ആളുകളെ കണ്ടപ്പോൾ അമ്പിയാക്കൾക്ക് കൂടി വരും. ഞങ്ങൾക്ക് നബിയാകേണ്ടിയിരുന്നില്ല, ഞങ്ങൾക്ക് ആ വിഭാഗത്തിൽപ്പെട്ട മതിയായിരുന്നു എന്ന് അവർക്ക് കൊതി വന്നു. ലൈസൂ ബി അംബിയാ, അവരമ്പിയാക്കളല്ല. പക്ഷേ യഗ്ബിതുഹുമുൽ അംബിയാവും, അമ്പിയാക്കൾക്ക് പോലും അവരെ കാണുമ്പോൾ കൊതി വരും. എൻ്റെ സമുദായത്തിലെ ചില ആളുകളെ കാണുമ്പോൾ അമ്പിയാക്കൾക്ക് കൊടി വരും. എന്താ കൊടി? എനിക്ക് ഈ നുബുവത്തിൻ്റെ സ്ഥാനം വേണ്ടിയിരുന്നില്ല, മതിയായിരുന്നു എന്ന കൊടി. അതാണ് ലൗലാക്ക. അപ്പം ലൗലാക്കയുടെ താഴെയുള്ള ഒരു സ്ഥാനം. ലൗലാക്ക എന്ന് പറഞ്ഞാൽ നബിയ അങ്ങില്ലെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നും പടക്കൂല. അപ്പം അങ്ങനെയുള്ള ഒരു നബിയുടെ അനുയായിയാക്കി നമ്മളെ മാറ്റി തന്നു. നമ്മളെ അള്ളാഹു തആലാക്ക് ഇഖ്തിയാർ പോലെ ചെയ്യാലോ. അള്ളാഹു തആലാക്ക് നമ്മളെ ആദം നബിയുടെ അനുയായി ആയിക്കൂടായിരുന്നോ? അള്ളാഹു തആലാക്ക് നമ്മളെ മൂസാ നബിയുടെ അനുയായി ആയിക്കൂടായിരുന്നോ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങളിവിടെ ഇരിക്കാം, ഇയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്യുന്നല്ലേ മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് പറഞ്ഞു. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ യുദ്ധത്തിനൊന്നുമില്ല എന്നവർ മൂസാ നബിയോട് പറഞ്ഞില്ലേ അലൈഹിസ്സലാം. ആ വിഭാഗത്തിൻ്റെ ആക്ഷേപമല്ലേ ഖുർആനിലുള്ളത്. അപ്പം നോക്കി നിങ്ങൾ, നമുക്ക് അള്ളാഹു തആല നമുക്ക് ആ വിഭാഗത്തിൽ ആക്കിക്കൂടായിരുന്നു പഠിച്ചോന്. അപ്പം നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതാണ് ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദി, നമ്മളെ ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തി എന്നുള്ളത് ഒരു ആദരവ്. അത് മനസ്സിലാക്കണം. റബ്ബി റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ وبمحمد نبيا وبمحمد رسولا نبيا. رضينا بالله ربا وبالإسلام وبنا മുഹമ്മദ് മുസ്തഫാനെ കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങൾ തൃപ്തിപ്പെട്ടു. അത് വല്ലാത്തൊരു സ്ഥാനമാണ്. അത് പറയാൻ ഒരു മനുഷ്യനത് മനസ്സറിഞ്ഞ് പറയും. എപ്പോൾ പറയും? റസൂലുള്ളാഹി വഴി അവന് കിട്ടുന്ന ആദരവിന് അവൻ്റെ കൽബിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പറയും. ഒരു കാര്യത്തിൽ ഒരു അനുഗ്രഹം ചെരിഞ്ഞ ഒരാൾക്ക്, നല്ല ബിരിയാണി കിട്ടിയ ഒരാൾ, എന്നിട്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതിരിക്കുക. നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും അതും ഇതെല്ലാം കിട്ടി, എന്നിട്ടും അപ്പുറത്ത് വെള്ളച്ചോറിൻ്റെ പാത്രത്തിലേക്ക് ഒരാൾ വെള്ളച്ചോറ് നിന്ന് ഉത്തരക്കുന്നുണ്ട്, അത് നോക്കുക. ഈ തോടില്ലാത്ത വെള്ളച്ചോറ് നിന്ന് ഒരാൾ അപ്പുറത്ത് അതും പുളിയും കറിയും പിടിച്ച് ഉത്തരക്കുന്നുണ്ട്, ഉണ്ടായി അങ്ങോട്ട് നോക്കി ഉത്തരക്കുക. ഇത് തിന്നാതെ. ഇതാണ് നമ്മളവസ്ഥ. നമുക്ക് അള്ളാഹു ഈ നബി വഴി തന്നിട്ടുള്ള ആദരവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല.
ലഹു നബിക്കുണ്ട് ഖുത്തത്താനി 2 സ്ഥാനം. ഒരു സ്ഥാനം ഏതാണ്? ലൗലാക്ക, ലൗലാക്കയുടെ സ്ഥാനാണ്. ഏതാണ് ലൗലാക്ക? ലൗലാക്ക എന്ന നബി അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഞാൻ പടക്കുമായിരുന്നില്ല എന്ന സ്ഥാനം. അപ്പോൾ അല്ലാഹു തആല നമുക്ക് നൽകിയത് എന്താണ്? അങ്ങനെയുള്ള നബിയുടെ അനുയായി. അതൊരു സ്ഥാനമല്ലേ, വല്ലാത്ത സ്ഥാനമല്ലേ. അങ്ങനെയുള്ള ഒരു നബിയുടെ അനുയായി നമ്മൾ, ഹബീബായ മുഹമ്മദ് മുസ്തഫ, അങ്ങനത്തെ നബിയുടെ അനുയായി, വല്ലാത്ത സ്ഥാനം. ലഹു നബിക്കുണ്ട് ഖുത്തത്താൻ ലൗലാ 2 സ്ഥാനം. രണ്ടാമത്തെ സ്ഥാനം സൽ തുഅത, സൽ തുഅത, സൽ തുഅത, സൽ തുഅത, സൽ തുഅത, സൽ ചോദിക്ക് തുഅത നൽകപ്പെടും. അങ്ങനെ പറയാൻ അല്ലാഹു തആല ഒരാൾക്ക് അനുവാദം കൊടുത്ത്, സൽ തുഅത, സൽ ചോദിച്ചോ തുഅത നിനക്ക് നൽകപ്പെടും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്വഹാബികളോടും പറഞ്ഞ വാക്കാണത്, സെൽ തുഅത, സെൽ നീ ചോദിച്ച തുഅത നിനക്ക് നൽകപ്പെടും. അതായത് എന്തും നബിയോട് ചോദിച്ചാൽ കിട്ടും. ഇങ്ങനെ ലോകത്തിൽ നബിക്ക് ഇല്ല. ഒരു നബി തൻ്റെ ഒരു സ്വഹാബിയോട് സെൽ തുഅത എന്ന് പറഞ്ഞ ഒരു സംഭവം ലോക ചരിത്രത്തിലില്ല, ഈ നബി അല്ലാതെ. ഒരു സ്വഹാബിയോട് ഹബീബായ നബി പറയാണ് സെൽ തുഅത. നട്ടപ്പാതിരക്ക് വളൂഉൻ നബിയിൽ മുസ്തഫ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂഇന്റെ വെള്ളം കൊണ്ട് ഒരു സ്വഹാബി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആ സ്വഹാബി യാത്രയിൽ, അപ്പോൾ ആ സ്വഹാബി എണീറ്റ് വന്ന് ആ വെള്ളം വാങ്ങിയപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഉറങ്ങിയിട്ടില്ലേ? ഇല്ല, അങ്ങേക്ക് വെള്ളം വേണ്ടി വരും എന്നെഴുതി കാത്തിരുന്നതാണ്. അപ്പോൾ പറഞ്ഞു, സെൽ ചോദിച്ചോ എന്ത് ചോദിച്ചാൽ നിനക്ക് നൽകപ്പെടും. അപ്പോൾ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിങ്ങളെ കൂട്ടുകാരനാണ്. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, അബ ഗൈറദാക യാ റബിയ, നിനക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചൂടെ? ഫഖാലല്ല, വേറെ ചോദിക്കൂല. അപ്പോൾ തരാം. അഇന്നി ബികഥറത്തി സുജൂദ്, നിസ്കാരം ഒന്നും കൂടി അധികരിപ്പിക്കണം എന്ന് പറഞ്ഞു. നബിക്കവിടെ പറഞ്ഞൂടെ, സ്വർഗം കൊടുക്കുന്ന ആൾ ഞാനല്ല, അതാരാണ്? അല്ലാഹുവാണ്. അവർ പറയില്ല, സെൽ തുഅത എന്ത് ചോദിച്ചാലും കൊടുക്കപ്പെടും. ഇതൊരു അവസ്ഥയാണ്. അതായത് നല്ലൊരു മുഅ്മിനായി ജീവിക്കുക, സുജൂദ് പറഞ്ഞാൽ വിനയം കാണിക്കുക, അള്ളാഹിൻ്റെ മുന്നിൽ വിനയം കാണിക്കുക, സൃഷ്ടികളോട് വിനയം കാണിക്കുക, അതൊക്കെ ഇതിനർത്ഥമുണ്ട്. ഒരു മുത്തഖിയായ മുഅ്മിനായ മനുഷ്യനല്ലേ നിസ്കാരത്തിന് ഇഷ്ടപ്പെടണമെങ്കിൽ അങ്ങനെ ആവണ്ടേ, യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുക. പിന്നെ അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാ, നിസ്കാരമാണെങ്കിൽ പിന്നെ ചീത്ത ചെയ്യാൻ കഴിയില്ല, അള്ളാഹു ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ കഴിയില്ല. മനസ്സിലാവുകൊണ്ട് പറഞ്ഞ് വളരെ വളരെ നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ചെയ്യാൻ ഒരു മുഅ്മിനിന് കഴിയില്ല. ഇനി അതിന് ന്യായങ്ങൾ പറയരുത്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ചെയ്യാൻ മുഅ്മിന് കഴിയില്ല. ഒരാൾക്ക് താടിൻ്റെ തൊപ്പിൻ്റെ മൂല്യരാണ്, തങ്ങളാണ്, ഇതൊന്നും ന്യായമല്ല. ന്യായം ഒന്ന് മാത്രം, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നില്ലേ? ചെയ്യുന്നില്ലെങ്കിൽ തള്ളണം. അവരാരാണെങ്കിൽ തള്ളണം. ഇവിടെ തള്ളാൻ പറ്റില്ലാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ. ആ ആളാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് ചെയ്തിട്ടും ഇല്ല. ഇവിടെ ഒരൊറ്റ മാനദണ്ഡേ ഉള്ളൂ, അയാൾ മൂല്യരാണ്, അയാൾ തങ്ങളാണ്. നമ്മൾ മൈക്കോട്ട് ചീത്ത അറിയുന്നും വേണ്ട, പക്ഷെ അയാൾ സ്വീകരിക്കാൻ പറ്റില്ല. ഒരു മാനദണ്ഡേ ഉള്ളൂ. ഇത് മനസ്സിലാകണില്ല മനുഷ്യന്മാർക്ക്. ആത്മീയ രംഗം അധപ്പതിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഹലാൽ ഹറാമിൽ പല മുന്നിൽ നിൽക്കുന്നവർക്കും വ്യത്യാസമല്ല. അവർ ഹലാൽ ചെയ്യും പോലെ ഹറാമിന് ചെയ്യും, ഹറാമുല ഹലാലാക്കും. അങ്ങനത്തെ ആളുകളുണ്ട്. ഹറാമിനെ അവർ ഹലാൽ പോലെ ചെയ്യും. സാധുജനങ്ങൾ വിചാരിക്കും, എന്ത് വിചാരിക്കും? ഓൽക്ക് ഹലാലല്ല, ഹറാം ഓൽക്ക് ഹലാലായിട്ടുണ്ടാവും, അതുകൊണ്ട് ഓൽ ചെയ്യാണ് എന്ന്. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഞാൻ ഈ ആഴ്ച കേട്ടിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ. ഞാനിങ്ങനെ ഇരുന്ന് മരവിച്ചു ഈ മനുഷ്യന്മാർ ചെയ്യുന്ന തോന്നിയാസം കേട്ടിട്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഇതന്നെ
അധികാരമുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ഒരു അധികാരമാണ്. ഈ അധികാരം മുസ്തഫ നബിക്കുള്ളതുമാണ്. അത് മുസ്തഫ നബിക്ക് ഉണ്ടാകാൻ അള്ളാഹത്തിന് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആൾക്ക് പല അധികാരം ഉണ്ടാവും. ഈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുലഫാക്കളാണ് പിന്നീട് വരുന്ന ആളുകളൊക്കെ. അപ്പം നിനക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു സങ്കല്പിക്കുക. അതിനെ കളിയാക്കാൻ നടക്കണ്ട. എന്തുകൊണ്ട്? അത് റസൂൽ പറഞ്ഞ വാക്യ, അതൊക്കെ റസൂൽ പറഞ്ഞ ഉള്ളിലുണ്ട്. പക്ഷെ അവരാകണം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് അതിന് കഴിവുണ്ടായത് എന്തുകൊണ്ടാണ്? തങ്ങളായതുകൊണ്ടല്ല, മൂല്യരായതുകൊണ്ടല്ല. തങ്ങളും മൂല്യരും ഒക്കെ നല്ലതാണ്, അതൊക്കെ അവർക്കുണ്ട്, അതൊക്കെ അവരെ മികവിൽപ്പെട്ടതാണ്. പക്ഷെ അവർ ഏറ്റവും വലിയ മികവ് അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പുറത്ത് ബാക്കി പലതുമുണ്ട്. മൂല്യരാണെന്നുള്ളത് വലിയ കാര്യമല്ലേ? 100% വലിയ. തങ്ങളൊന്നും അതിനും വലിയ കാര്യമല്ലേ? അതൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് പായരുത്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യണം എന്താണെന്നറിയാം? മൂല്യരല്ലേ, തങ്ങളല്ലേ, അങ്ങനെ പായരുത്. അവർ മാത്രം മൂല്യരായതും തങ്ങളും ആയതുമല്ല. പിന്നെന്താണ്? അള്ളാഹു ഇഷ്ടപ്പെട്ടത് മാത്രമേ അവർ ചെയ്തുള്ളൂ. അങ്ങനത്തെ മനുഷ്യന് ഇത് പറയാൻ കഴിയും, എൻ്റെ നരകത്തിൽ എൻ്റെ മുരീദാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു. അവർ എന്നോട് മാലിക് എന്ന മലക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരാൾ നരകത്തിലില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ഇത് റബീഅത്ത് ബിൻ കഅബിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ എന്നെ സ്വർഗത്തിൽ കൂട്ടുകാരനാക്കാൻ ഒരു വിഷമവുമില്ല എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. അതേ ഈ വാക്ക് പറഞ്ഞ ഇഷ്ടം പോലെ ആളുകൾ ഈ ഉമ്മത്തിലുണ്ട്. അതൊക്കെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിന്റെ ഭാഗം തന്നെയാണ്. ഏതൊരു വലിയും കാണിക്കുന്ന ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ അത് മിൻ ബഖിയത്തി മുഅ്ജിസാത്തി നബിയിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ഇന്നുള്ള ഏത് വലിയ എന്ത് കാണിക്കണം? വലിയായിരിക്കണം. അപ്പോൾ 2 മഖാമുണ്ട് ഹബീബായ റസൂലുള്ളാഹിക്ക്. ഒന്ന് എന്താണ്? നബിയെ താങ്കളില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ പടക്കൂല. 2 എന്ത് ചോദിച്ചാലും ഉത്തരം കൊടുക്കാനുള്ള ഒരു തൗഫീഖ്. അത് പടച്ചോനോട് ചോദിച്ചോന്നല്ല പറയണത്. അഅ്നി ബികഥറത്തി സുജൂദ്, കൂടുതൽ സുജൂദ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. തരൂല എന്നല്ല, അത് എന്നോട് ചോദിക്കണം എൻ്റെ വിഷയമല്ല എന്നുമല്ല. പിന്നെന്താ നരകത്തിൽ എൻ്റെ മുരീദ് ആരുമില്ല എന്ന് പറയുന്നത് എന്താ പ്രശ്നമുള്ളത്? ഇത് സ്വർഗത്ത് കയറിയാലും പോരാ, എവിടെ തന്നെ ആവണം. ഈ സ്വഹാബി ഹബീബായ നബിയോട് ഈ ചോദിക്കുന്നത് എനിക്ക് സ്വർഗത്ത് കയറാനല്ല, പിന്നെന്താണ് ചോദിക്കണത്? സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം എന്നാണ്. സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം. അപ്പം റസൂലുള്ളാഹി ഇരിക്കുന്നിടത്ത് വരണം, റസൂലുള്ളാഹിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടണം. റസൂലുള്ളാഹി എവിടെ ഉള്ളത്? ഇന്ന ഫിൽ ജന്നത്തി ലമൻസില ലാ യലിഖു ഇല്ലാ അബ്ദി മിൻ ഇബാദില്ലാഹ്. സ്വർഗത്തിലൊരു സ്ഥാനമുണ്ട്, അത് എനിക്കല്ലാത്തൊരാൾക്ക് കിട്ടൂല. അങ്ങനത്തെ സ്ഥലം അതാണ് മഖാം മഹ്മൂദ്. അവിടെയൊക്കെ ഞാനും വന്ന്, മനസ്സിലായില്ല? അങ്ങനെ ഇപ്പം നേതാവ് AC റൂമിലിരിക്കുകയാണെങ്കിൽ, പുറത്തൊക്കെ ഭയങ്കര ചൂടുവാണെങ്കിൽ, അവിടെ വെള്ളം കൊടുക്കാനും ചായ കൊടുക്കാനും ഒക്കെ വരുന്ന ഒരാൾക്ക് ആ നേരത്തെ സുഖമുണ്ടല്ലോ. ഓൻ അവിടെ ഒരു പൂച്ചപ്പാസമല്ലേ, മനസ്സിലായതാ? പൂച്ചക്കൈര്യം പോകാനോ എന്നറമാതിരി ആ ഒരു സ്ഥാനത്തിൽ നിന്ന് അത് അങ്ങയുടെ കൂട്ടുകാരനാകണം എനിക്ക് സ്വർഗത്തിൽ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം എന്നീ സ്വഹാബി ഹബീബ നബിയോട് പറഞ്ഞു. ഗൈറദാക യാ റബ്ബി, വേറെ എന്തെങ്കിലും ചോദിച്ചുകൂടെയില്ല. ഹുവദാക യാ റസൂലല്ലാഹ്, അതിനെ കിട്ടണം. അഅ്നി ബികഥറത്തി സുജൂദ് എന്ന് പുണ്യ റസൂൽ മുസ്തഫ. അപ്പോൾ ഹുത്തതാ ലൗലാക സിൽതുഅത വശ്ഫഅൻ تشفع بحمدي ذاك أرفع منزلي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ട് ഹുത്തതാനി 2 സ്ഥാനങ്ങളുണ്ട് എന്ന്. ലൗലാക്ക ഒന്ന് ലൗലാക്കയുടേതാണ് സ്ഥാനമാണ്. സൽതുഅത, അത് സൽതുഅത മറ്റൊന്നാണ് എന്ന്.
ലൗലാക്ക നബിയെ തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന സ്ഥാനം, അത് ഹബീബ റസൂലുള്ളാഹിന്റെ സ്ഥാനമാണ്. സൽ തുഅത, എന്ത് ചെയ്താലും എന്ത് ചോദിച്ചാലും നൽകപ്പെടും എന്ന സ്ഥാനം എന്ന്. നബിയെ അങ്ങ് ശഫാഅത്ത് ചെയ്തോളൂ, ആ ശഫാഅത്തിനെ സ്വീകരിക്കപ്പെടുമെന്ന സ്ഥാനം, അത് സൽ തുഅതാന്റെ മറ്റൊരു ഭാഗമാണ്. നബിയെ തങ്ങൾ ശഫാഅത്ത് ചെയ്യുക, ശഫാഅത്ത് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുമെന്ന സ്ഥാനം, എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന സ്ഥാനം. ഈ സൽ തുഅത എന്ന വാക്കിൽ ഒരുപാട് അർത്ഥമുണ്ട്. ഒന്ന്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചോദിച്ചാലും അത് നബിക്ക് നൽകപ്പെടും. നബിയോട് എന്ത് ചോദിച്ചാലും ആ വ്യക്തിക്ക് നൽകപ്പെടും. നബി ശഫാഅത്ത് ചെയ്താൽ സ്വീകരിക്കപ്പെടും. അതാ സൽ തുഅതയുടെ ഭാഗമാണ്. നബി ഒരാൾക്ക് വേണ്ടി ചോദിക്കല്ലേ. സൽ തുഅത, നബിയെ എന്ത് ചോദിച്ചാലും നബിയെ താങ്കൾക്ക് നൽകപ്പെടും. വഷ്ഫഅൻ, നബിയെ താങ്കൾ ശഫാഅത്ത് ചെയ്യണം. അപ്പൊ ശഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് ശഫാഅത്ത് ചെയ്താലും ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ശഫാഅത്തിൽ നിന്ന് അല്ലാഹു തആല നൽകട്ടെ. ബാങ്ക് കൊടുത്താലുള്ള ബാങ്കിൻ്റെ ശേഷമുള്ള ദുആ ഉണ്ടല്ലോ, ആ ദുആക്ക് വലിയ വിലയുള്ളതാണ്. കാരണം ഷഫാഅത്തിനെ ചോദിക്കുക. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജത റഫീഅത ആലിയ വബഅത്ഹു മഖാം മഹ്മൂദൻ അല്ലദി വഅതഹു റസുഖന ഷഫാഅത്തുഹു യൗമൽ ഖിയാമ. അല്ലാഹു തആല ബാങ്കിന് നല്ല നിലക്ക് ഉത്തരം കൊടുത്ത് അവസാനം ദുആ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ അതൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നത സ്ഥാനമാണ്. മഷ്ഫഅൻ, അപ്പോൾ ഷഫാഅത്ത് നബിയെ താങ്കൾ ഷഫാഅത്ത് ചെയ്യുക എന്ന്